ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്യാമ്പസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിയമപാലകർക്കുമെതിരെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നതിനെതിരെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല മുന്നറിയിപ്പ് നൽകി. ഭരണഘടനാപരമായ ഉന്നതർക്ക് എതിരായ പ്രതിഷേധങ്ങളും ധർണകളും സർവകലാശാലയിൽ അനുവദനീയമല്ലെന്നും കർശനമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ MD മഹതാഹ് ആലം റിസ്വി പുറത്തിറക്കിയ ഓഫീസ് മെമ്മോറാണ്ടത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. യൂണിവേഴ്സിറ്റി അറിയാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മറ്റ് നിയമനിർവഹണ ഏജൻസികൾക്കുമെതിരെ ചില വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്നു. അത് അക്കാദമിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഒരു തരത്തിലും അക്കാദമിയെ ബാധിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 29 പുറത്തിറക്കിയ മെമ്മോറാണ്ടത്തിൽ പ്രതിഷേധങ്ങൾക്കും ധർണകൾക്കും മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇതിനു പുറമെ 2022 ഓഗസ്റ്റ് മുതലുള്ള മുൻ നിർദ്ദേശങ്ങളെയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. സർവകലാശാല ക്യാമ്പസിന്റെ ഒരു ഭാഗത്തും ഭരണഘടനാപരമായ വിശിഷ്ട വ്യക്തികൾക്കെതിരെ പ്രതിഷേധങ്ങളോ ധർണകളോ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതോ അനുവദിക്കില്ല. അത്തരം തെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് അച്ചടക്ക നടപടി ആരംഭിക്കും. വളരെ വ്യക്തമായി ആവർത്തിച്ച് തന്നെ ആ കുറിപ്പിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുമെന്ന് ഉറപ്പാക്കാൻ ഡീൻസ്, മേധാവികൾ, ഡയറക്ടർമാർ എന്നിവർക്ക് നിർദ്ദേശങ്ങളോടെ മെമ്മോറാണ്ടം ഫാക്കൽറ്റികളിലും അതുപോലെ ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുമുണ്ട് കൃത്യമായിട്ട്. അതേസമയം മെമ്മോറാണ്ടത്തിന് ഇടതുപക്ഷ പിന്തുണയുള്ള ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സർവകലാശാലയുടെ നീക്കം. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി ഏതൊന്നിനെയും എതിർക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പ്രതിഷേധത്തെ ഭയക്കുന്ന ആളുകൾ പൊതുപ്രവർത്തന രംഗത്തിറങ്ങാൻ പാടുണ്ടാവും. സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് എല്ലാവരും വിധേയരാണ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും. അപ്പോ അനാവശ്യമായിട്ട് എന്നെ അത് പറയുന്നു, ഇത് പറയുന്നു, മറ്റേത് പറയുന്നു, ഒരു കാര്യവുമില്ല. നിലവിളിച്ചിട്ട് ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ചിലർ പ്രതികരിക്കും, ചിലർ പ്രതികരിക്കത്തില്ല. അപ്പോൾ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ വോട്ട് വേണമെങ്കിൽ അധികാര രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാൻ ആ വോട്ട് ചെയ്ത് ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് അധികാരമുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു രൂപത്തിനുമുള്ള എതിർപ്പുകളോ ഒരു വാർത്തകളോ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളോ ഈ കേരളക്കരയിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഒരു മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ഹൈന്ദവ യൂണിവേഴ്സിറ്റിയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിലുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇത് കാക്കാമാരുടെ യൂണിവേഴ്സിറ്റി ആണല്ലോ. ഇതിനെതിരെ ആര് പ്രതികരിക്കാനാ? അവർക്ക് എന്ത് നടപ്പിലാക്കാം? നമ്മൾ മറ്റൊരു മുദ്രാവാക്യം വല്ലാതെ വൈറലായിരുന്നു. യോഗിയുടെ ബട്ടേങ്കെ തോ കട്ടേങ്കെ. ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ ചിതറിപ്പോകും. ഇതാണ് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. ഈ മുദ്രാവാക്യം വോട്ടർമാരെ വർഗീയമായി വേർതിരിച്ചെന്നും അത് BJPക്ക് ഗുണം ചെയ്തെന്നുമാണ് ശരത് പവാർ ആരോപിച്ചത്. പല മുദ്രാവാക്യങ്ങളും പല രൂപത്തിലും വൈറലായ നാടാണ് നമ്മുടെ നാട്. ഈ മുദ്രാവാക്യം വൈറലായതോടുകൂടി യോഗിയുടെ മുദ്രാവാക്യം ഹിന്ദുക്കളെ ഒന്നിപ്പിച്ചു എന്ന് പരോക്ഷമായി ശരത് പവാർ അംഗീകരിക്കുകയാണ്. യോഗിയുടെ ഈ മുദ്രാവാക്യത്തിനെതിരെ വലിയ എതിർപ്പ് BJPക്ക് അകത്തും അജിത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗോപിനാഥ് മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടെ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ അശോക് ചവാൻ ഈ മുദ്രാവാക്യത്തെ എതിർത്ത്, അതുപോലെ അജിത് പവാറും ഒരു ഘട്ടത്തില് ഈ മുദ്രാവാക്യത്തെ ശക്തമായ രൂപത്തിൽ എതിർത്തിരുന്നു. ഒരുപാട് എതിർപ്പുകൾ ഇതിനകത്തു നിന്നും പുറത്തു നിന്നും വന്നു. ഇതോടെ മോദി തന്നെ യോഗിയുടെ മുദ്രാവാക്യത്തെ മയപ്പെടുത്തി. ഏക് ഹേ തോ സേഫ് ഹേ, ഏക് ഹേ തോ സേഫ് ഹേ, ഒറ്റക്കെട്ടായി നിന്നാൽ സുരക്ഷിതമായി നിൽക്കാം എന്നാക്കി കുറച്ച് നേർപ്പിച്ച് മാർദ്ദവമാക്കി മാറ്റി. ജാതി സംവരണത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് ദുർബലമാക്കി ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെ അധികാരം പിടിക്കാം എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നായിരുന്നു മോദിയുടെ വിലയിരുത്തൽ. അതിനാൽ OBC, SC, ST എന്നിവർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ്
മോദി ഏക് ഹേ തോ സേഫ് ഹേ എന്ന മുദ്രാവാക്യം കൊണ്ട് അർത്ഥമാക്കിയത്. എന്തായിരുന്നാലും ഈ മുദ്രാവാക്യം കാരണം ഭൂരിപക്ഷ ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായി BJP നേതൃത്വത്തിലുള്ള മഹായുതി മുന്നണിക്ക് വോട്ട് ചെയ്തു എന്നാണ് ശരത് പവാർ ആരോപിക്കുന്നത്. BJP നേതൃത്വത്തിലുള്ള മഹായുതി മുന്നണിയുടെ വിജയത്തിന് പിന്നിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമാണെന്ന് പറയാൻ ശരത് പവാർ തയ്യാറായില്ല. അതേസമയം സ്ത്രീകൾക്ക് പെൻഷൻ നൽകിയ ലഡ്കി ബഹീൻ എന്ന പദ്ധതിയും മഹായുക്തിക്ക് ഗുണം ചെയ്തതായി ശരത് പവാർ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് താൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കും എന്ന് പറഞ്ഞ ശരത് പവാർ ആ പ്രസ്താവന വിഴുങ്ങി. താൻ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പില് തന്റെ NCP വിഭാഗം കൂടുതൽ ദുർബലമായി എന്ന് ശരത് പവാർ വിലയിരുത്തുന്നു. അതേസമയം അജിത് പവാറിന്റെ പക്ഷം കൂടുതൽ ശക്തമാകുകയും ഇത് കാരണം അവർ ഒരുമിക്കുകയും ചെയ്തു. തന്റെ മകൾ ദുർബലമായ ഒരു പക്ഷത്തിന്റെ നേതാവായി മാറുന്നു എന്ന തോന്നലാണ് തനിക്ക് വിരമിക്കാൻ സമയമായിട്ടില്ല എന്ന ബോധം ശരത് പവാറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. NCPയുടെ സ്ഥാപകൻ ആരാണ് എന്ന കാര്യം മറക്കരുതെന്ന് ശരത് പവാർ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ ദുർബലപ്പെടുത്തിയത് തന്റെ ചാണക്യ ബുദ്ധിയാണ് എന്ന കാര്യം മറക്കരുത് എന്ന് സാമൂഹ്യ മാധ്യമം ശരത് പവാറിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മുദ്രാവാക്യവും ഒന്നും കേട്ടാൽ കേരളക്കര വല്ലാതെ ഭയക്കില്ല. അരിയും മലരും കുന്തിരിക്കും ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചോന്നും വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളി ആരും രാഷ്ട്രീയത്തിന്റെ പേരിൽ സൗകര്യപൂർവ്വം മറന്നു കളയണ്ട. അതായത് 5-6 പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്തു, തിഹാർ ജയിലിൽ അടച്ചു, അവരുടെ സംഘടന ബാൻ ചെയ്തു, അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു, അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ചങ്ങല പോലെ അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും അവസാനിച്ചു എന്ന് ധരിക്കരുത്. കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സംഘടിതമായ ഒരു ശക്തി ഇപ്പോഴും ശക്തമായ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ്. ശക്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ജാമിയ മില്ലിയ സർവകലാശാല ഒരു പക്ഷേ നിർബന്ധിതരായതാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. ദീപാവലി ആഘോഷങ്ങൾക്കിടയിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന സർവകലാശാലയിൽ ശക്തമായ രൂപത്തിലുള്ള ഒരു സംഘർഷം അരങ്ങേറിയിരുന്നു. ഒരുപാട് വൈകിട്ടല്ല. ഈ 2024 ഒക്ടോബർ മാസം 23-ാം തീയതിയാണ്. ഇവിടെ ദീപാവലി ആഘോഷത്തിനിടയിൽ ഒരു കൂട്ടം മുസ്ലിം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ മറ്റു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ദിയകളും അതുപോലെ റാഗോളിയും ചവിട്ടിയതിനെ തുടർന്നാണ് ശക്തമായ രൂപത്തിലുള്ള സംഘർഷം ഉടലെടുക്കുന്നത്. സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ക്യാമ്പസിൽ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്നു. അല്ലാഹു അക്ബർ, പലസ്തീൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾ ശക്തമായ രൂപത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്നു. സംഘർഷത്തെ തുടർന്ന് ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി ക്യാമ്പസിന് പുറത്ത് പോലീസിനെ വിന്യസിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. അന്നു മുതൽ നല്ലൊരു രൂപത്തിൽ ഭയവും ജാഗ്രതയുമാണ് ഈ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിക്കാരെടുക്കുന്നത്. അതിന് പിന്നോടിയായിട്ടാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ജാമിയ മില്ലിയയിൽ ഉയർന്നു കേൾക്കുന്നത്. അതോടുകൂടിയാണ് അധികാരികൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ രൂപത്തിലുള്ള പ്രകടനങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന, ഇന്ത്യൻ ആർമിയെ സംബന്ധിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും കോളേജിൽ പാടില്ല എന്ന ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ജാമിയ മില്ലിയ അധികാരികൾ തയ്യാറായത്. നന്ദി.